വിരാട് കോഹ്ലി എന്ന ഇതിഹാസത്തിന്റെ സ്ഥിരതയാർന്ന പ്രകടനം കണ്ട് ക്രിക്കറ്റ് ലോകം അത്ഭുതത്തോടെ നോക്കി നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. തുടരെ നടത്തുന്ന വെടിക്കെട്ട് പ്രകടനങ്ങളും അടിച്ചെടുക്കുന്ന സെഞ്ചുറികളും ആരാധകർക്ക് ഒരു സാധാരണ കാര്യമായി മാറിയ സമയങ്ങളും ഉണ്ടായിരുന്നു. 5ഉം 10ഉം സെഞ്ചുറികൾ ഒരു വർഷം പുഷ്പം പോലെ അടിച്ചെടുക്കുന്ന അഗ്രസീവ്നെസ് കാണിക്കുന്ന എതിരാളികൾക്ക് 1-9 തിരിച്ചു കൊടുത്തിരുന്ന ഒരു വിരാട് കോഹ്ലി ഉണ്ടായിരുന്നു. ക്രിക്കറ്റ് ലോകം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നതും ആ വിരാട് കോഹ്ലിയുടെ തിരിച്ചുവരവിനായാണ്. ഒരിക്കൽ എതിരാളികൾ ഭയപ്പെട്ടിരുന്ന ബാറ്റ്സ്മാനിൽ നിന്നും ഇപ്പോൾ ഏത് ബോളർമാർക്ക് വേണമെങ്കിലും വന്ന് വിക്കറ്റ് വീഴ്ത്താം എന്ന നിലയിലായി വിരാടിന്റെ പ്രകടനങ്ങൾ. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറി നേടിയതിലൂടെ പരമ്പരയിലുടനീളം വിരാട് കോഹ്ലിയുടെ സംഹാര താണ്ഡവത്തിന് ഓസ്ട്രേലിയ ഇരയായി മാറുമെന്ന് പ്രതീക്ഷിച്ച ആരാധകർക്ക് തെറ്റുപറ്റി. ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് സജ്ജമാക്കിയ ഓഫ് സൈഡ് കുരുക്കിൽ ഒരേപോലെ ഒരേ രീതിയിൽ പലതവണ വിരാട് പുറത്തായി. ഫോം വീണ്ടെടുക്കാൻ കളിച്ച രഞ്ജി ട്രോഫിയിലുമാകട്ടെ നിരാശയായിരുന്നു വിരാട്ടിന്റെ ഫലം. റെയിൽവേക്കെതിരെ നടന്ന മത്സരത്തിൽ വിരാട്ടിന്റെ വിക്കറ്റ് വീഴ്ച ഹിമാൻഷു സംഗ്വാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കോഹ്ലിയുടെ വീക്ക്നെസ് ഓഫ് സൈഡ് ആണെന്നും അവിടേക്ക് പന്തെറിഞ്ഞാൽ പെട്ടെന്ന് പുറത്താകും എന്നെനിക്ക് ഉപദേശം തന്നത് ഞങ്ങളുടെ ബെസ്റ്റ് ഡ്രൈവർ ആണെന്ന്. ഉയർച്ചയിൽ നിന്നും താഴ്ചയിലേക്ക് വീണ വിരാട് കോഹ്ലിയുടെ അവസ്ഥയിൽ എതിരാളികൾ ഇപ്പോൾ പരിഹസിക്കുകയാണ്. എന്നാൽ വിരാട് കോഹ്ലി ആരാണെന്നും കളിക്കളത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള തകർപ്പൻ പ്രകടനങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ഒരു ആരാധകനും അദ്ദേഹത്തെ പരിഹസിക്കുകയില്ല. ഒരു ഇന്ത്യക്കാരനും ഒരിക്കലും മറക്കാനാവാത്ത ഇന്നിംഗ്സുകളായിരുന്നു 2022 പാകിസ്ഥാനെതിരെ നടന്ന മത്സരവും കഴിഞ്ഞ വർഷം നടന്ന T20 ലോകകപ്പ് ഫൈനൽ മത്സരവും. 2022 T20 ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ കളിച്ച ആ ഒരു മാസ്മരിക പ്രകടനം ഒരിക്കലും ആർക്കും മറക്കാൻ സാധിക്കുകയില്ല. 160 റൺസ് വിജയലക്ഷ്യം നേടാനിറങ്ങിയ ഇന്ത്യ 31-4 വിക്കറ്റ് എന്ന നിലയിൽ നിന്നപ്പോൾ ടീമിലെ രക്ഷകനായി അവതരിച്ച് ക്ലാസ് ഷോട്ടുകൾ കൊണ്ടും അക്രമോസക്തമായ ബാറ്റിംഗ് കൊണ്ടും പാകിസ്ഥാൻ പടയുടെ നെഞ്ചത്ത് റീത്ത് വെച്ച ആ ഒരു ഇന്നിംഗ്സ്. കഴിഞ്ഞ വർഷം നടന്ന T20 ലോകകപ്പിലാകട്ടെ ഓപ്പണിംഗിൽ ഇറങ്ങിയ വിരാട് കോഹ്ലി ഒരു മത്സരത്തിൽ പോലും ടീമിന് ഗുണം ചെയ്യുന്ന ഒരു ഇന്നിംഗ്സും പ്രകടമാക്കിയിരുന്നില്ല. ടീമിന് താൻ ഒരു ഭാരമാണെന്ന് തോന്നിപ്പോകുന്ന സമയങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് വിരാട് ഒരിക്കൽ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ താഴ്ചയിലും ഒരു സുഹൃത്തായും സഹോദരനായും ഒപ്പമുണ്ടായിരുന്നത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഫൈനലിലേക്ക് രാജകീയമായി പ്രവേശിച്ച ശേഷം രോഹിത് ശർമ്മയോട് വിരാട് കോഹ്ലിയുടെ ഫോമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടിയാണ് ഹി ഈസ് സേവിംഗ് ഫോർ ദ ഫൈനൽസ്. അത് അക്ഷരം പ്രതി സംഭവിക്കുകയും ചെയ്തു. ഫൈനലിൽ തുടക്കം മുതൽ സൗത്ത് ആഫ്രിക്കൻ ബോളർമാർ ഇന്ത്യയുടെ വിക്കറ്റുകൾ പിഴുതെറിഞ്ഞപ്പോൾ ആക്രമിച്ച് കളിക്കാതെ അക്ഷർ പട്ടേലിനോടൊപ്പം നിലയുറപ്പിച്ച് റൺസ് ഉയർത്തിക്കൊണ്ടുവന്ന് കോഹ്ലിയുടെ മികവിനെ വാഴ്ത്തുകയായിരുന്നു ക്രിക്കറ്റ് ലോകം. ടീം തകർന്നപ്പോൾ രക്ഷകനായി ഉദിച്ച അവതാരം. എല്ലാ മത്സരങ്ങളിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്ന ഇന്ത്യൻ താരങ്ങൾ ഫൈനലിൽ നിറം മങ്ങിയപ്പോൾ അത്രയും മത്സരങ്ങൾ ഫോമാകാതെ നിന്നിരുന്ന വിരാട് കോഹ്ലി അവസാന മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് നേരെ കൊടുങ്കാറ്റായി പ്രഹരിച്ചു. ആബ്സല്യൂട്ട് സിനിമ എന്നാണ് ആ ഇന്നിംഗ്സിനെ ക്രിക്കറ്റ് ആരാധകർ വിശേഷിപ്പിക്കുന്നത്. ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ടെന്ന് പറയുന്നത് പോലെ വിരാട് കോഹ്ലി ഇപ്പോൾ മോശമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ബോർഡർ ഗവാസ്കർ ട്രോഫി, രഞ്ജി ട്രോഫി, ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന പരമ്പര എന്നിവയിൽ മോശമായ പ്രകടനം കാഴ്ചവെച്ച വിരാട് കോഹ്ലിയെ വിമർശിക്കുന്നവർ ഒന്നോർക്കണം. കളിക്കളത്തിൽ സ്ലഡ്ജ് ചെയ്യാൻ വരുന്നവരെയും രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന വ്യക്തികളെയും ഒരിക്കലും വെറുതെ വിടാത്ത ഒരു മുൻകാല ചരിത്രമുള്ള താരമാണ് വിരാട് കോഹ്ലി. ചാമ്പ്യൻസ് ട്രോഫി നേടി രാജ്യത്തിനെ വീണ്ടും ഉന്നതങ്ങളിൽ എത്തിച്ച് രാജാവ് രാജകീയമായി തന്നെ തിരിച്ചു വരും.